നമ്മളിൽ പലരും അത്ര കാര്യമായി എടുക്കാത്ത ഒന്നാണ് ഉറക്കം, അല്ലേ? പക്ഷെ മതിയായ ഉറക്കമില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലും തലച്ചോറിലും എന്തൊക്കെ ഞെട്ടിക്കുന്ന മാറ്റങ്ങളാണ് സംഭവിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? ശാസ്ത്രം പറയുന്ന ചില സത്യങ്ങൾ ഒരുപക്ഷെ ഉറക്കത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് തന്നെ മാറ്റിയേക്കാം. അപ്പോൾ ഈ ഉറക്കക്കുറവ് നമ്മുടെ ശരീരത്തെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ നമുക്ക് തുടങ്ങേണ്ടത് ആരും ഒട്ടും പ്രതീക്ഷിക്കാത്തൊരിടത്തു നിന്നാണ്. പക്ഷേ ഇതിന് വളരെ വ്യക്തമായ ശാസ്ത്രീയ തെളിവുകളുമുണ്ട്. പ്രശസ്ത ശാസ്ത്രജ്ഞനായ മാറ്റ് വാക്കർ പറയുന്ന ഈ കാര്യം കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്കൊന്ന് ഞെട്ടലുണ്ടാവാം. പക്ഷേ അദ്ദേഹം ഇത് പറയുന്നത് വെറുതെയല്ല. കയ്യിലുള്ള യഥാർത്ഥ ഡാറ്റ വെച്ചുകൊണ്ടാണ് ഉറക്കക്കുറവിന്റെ പ്രത്യാഘാതങ്ങൾ അദ്ദേഹം വിശദീകരിക്കുന്നത്. ദാ ഈ കണക്കുകളിലേക്കൊന്നു നോക്കൂ. സംഭവം വളരെ സീരിയസ് ആണ്. രാത്രി വെറും 5 മണിക്കൂർ മാത്രം ഉറങ്ങുന്ന പുരുഷന്മാരുണ്ടല്ലോ, അവർക്ക് 7 അതിൽ കൂടുതലോ മണിക്കൂർ ഉറങ്ങുന്നവരെ അപേക്ഷിച്ച് വൃഷണങ്ങൾക്ക് വലിപ്പം കുറവായിരിക്കും. അതുമാത്രമല്ല അവരുടെ ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവ് 10 വയസ്സ് പ്രായം കൂടിയ ഒരാളുടെ അത്രയും ഉണ്ടാവും. അതായത് ശരിക്കും പറഞ്ഞാൽ ഉറക്കക്കുറവ് ഒരു പുരുഷന് 10 വയസ്സ് കൂട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇതൊന്നും പുരുഷന്മാരുടെ മാത്രം ഒരു പ്രശ്നമാണെന്ന് കരുതരുത്. ഉറക്കക്കുറവ് സ്ത്രീകളുടെ പ്രത്യുൽപാദന ആരോഗ്യത്തിലും ഇതുപോലെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് ശരീരത്തിൽ ഉറക്കക്കുറവുണ്ടാക്കുന്ന പ്രശ്നങ്ങളുടെ ഒരു തുടക്കം മാത്രമേ ആകുന്നുള്ളൂ. അപ്പോ ശരീരത്തിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് നേരെ തലച്ചോറിലേക്ക് വരാം. നമ്മുടെ ഓർമ്മകളെ ലോകത്ത് ഈ ഉറക്കമില്ലായ്മ എങ്ങനെയാണ് ഒരു കള്ളനെ പോലെ കേറിപ്പറ്റുന്നതെന്ന് നോക്കാം. ഈയൊരു താരതമ്യം നോക്കിയാൽ സംഭവം സിമ്പിളായിട്ട് മനസ്സിലാവും. നല്ലപോലെ ഉറങ്ങിക്കഴിഞ്ഞൊരു തലച്ചോറുണ്ടല്ലോ, അതൊരു ഉണങ്ങിയ സ്പോഞ്ച് പോലെയാണ്. പുതിയ എന്ത് വിവരം കൊടുത്താലും അതപ്പം തന്നെ വലിച്ചെടുക്കും. നേരെ മറിച്ച് ഉറക്കമില്ലാത്ത തലച്ചോറോ, അത് വെള്ളം നിറഞ്ഞ് കവിഞ്ഞൊരു സ്പോഞ്ചാണ്. പിന്നെ അതിലേക്ക് പുതിയതൊന്നും കയറില്ല, അല്ലേ? പഠനങ്ങൾ കാണിക്കുന്ന കണക്ക് കേട്ടാൽ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോവും. ഉറക്കമില്ലാത്തൊരവസ്ഥയിൽ പുതിയ ഓർമ്മകൾ ഉണ്ടാക്കിയെടുക്കാനുള്ള തലച്ചോറിന്റെ കഴിവ് ഒരു 40% കുറയുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇതൊരു പരീക്ഷയിൽ ഒന്നാമതെത്തുന്നതും പൊട്ടിപ്പോകുന്നതും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇതിന്റെ പിന്നിലെ കാരണം നമ്മുടെ തലച്ചോറിലുള്ള ഹിപ്പോ ക്യാമ്പസ് എന്ന് പറയുന്നൊരു ഭാഗമാണ്. ഇതിനെ നമുക്ക് നമ്മുടെ ബ്രെയിനിന്റെ ഒരു ഇൻഫർമേഷൻ ഇൻബോക്സ് ആയിട്ട് കാണാം. പുതിയ ഓർമ്മകളൊക്കെ ആദ്യം വന്ന് വീഴുന്നത് ഇവിടെയാണ്. പക്ഷെ ഉറക്കമില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ഇൻബോക്സ് അങ്ങ് ഷട്ട് ഡൗൺ ആവും. പിന്നെ പുതിയ വിവരങ്ങളൊന്നും തലച്ചോറിലേക്ക് കേറില്ല, വന്ന പോലെ തിരിച്ചുപോകും. അപ്പോ പിന്നെ ഈ ഗാഠനിദ്ര എങ്ങനെയാണ് നമ്മുടെ ഓർമ്മകളെ രക്ഷിക്കുന്നത്? നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ആ ഓർമ്മകൾ ആദ്യം ഒരു താൽക്കാലിക സ്റ്റോറേജിലാണ് പോകുന്നത്. പിന്നീട് നമ്മൾ ഗാഠനിദ്രയിലായിരിക്കുമ്പോൾ ചില പ്രത്യേക ബ്രെയിൻ വേവ്സ് ഒരു ഫയൽ ട്രാൻസ്ഫർ ചെയ്യുന്നത് പോലെ പ്രവർത്തിക്കും. എന്നിട്ട് ഈ ഓർമ്മകളെ നമ്മുടെ തലച്ചോറിലെ ഒരു പെർമനന്റ് സ്റ്റോറേജിലേക്ക് മാറ്റും. ശരിക്കും പറഞ്ഞാൽ കമ്പ്യൂട്ടറിൽ നമ്മൾ സേവ് ബട്ടൺ അമർത്തുന്ന അതേ പണിയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ പ്രശ്നങ്ങൾ തലച്ചോറിൽ മാത്രം ഒതുങ്ങുന്നു എന്ന് വിചാരിച്ചാൽ തെറ്റ്. ഉറക്കക്കുറവെന്ന് പറയുന്നത് നമ്മുടെ ഹൃദയം മുതൽ DNA വരെ ശരീരത്തിലെ ഓരോ കോശത്തോടും നടത്തുന്നൊരു യുദ്ധം തന്നെയാണ്. നിങ്ങൾക്കറിയാമോ, ലോകമെമ്പാടുമുള്ള ഏകദേശം 160 കോടി ജനങ്ങളെ വെച്ച് വർഷത്തിൽ 2 തവണ ഒരു ഭയങ്കര വലിയ പരീക്ഷണം നടക്കുന്നുണ്ട്. അതിന്റെ പേരാണ് ഡേ ലൈറ്റ് സേവിംഗ് ടൈം. വെറും 1 മണിക്കൂർ ഉറക്കം നഷ്ടപ്പെട്ടാൽ എന്ത് സംഭവിക്കുമെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. വസന്തകാലത്ത് ക്ലോക്കിലെ സമയം 1 മണിക്കൂർ മുന്നോട്ടു പോകുമ്പോൾ, അതായത് നമുക്കൊരു മണിക്കൂർ ഉറക്കം നഷ്ടപ്പെടുമ്പോൾ, അതിന്റെ തൊട്ടടുത്ത ദിവസം ഹൃദയാഘാതങ്ങളുടെ എണ്ണം 24% കൂടുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കാൻ പ്രയാസമുണ്ടല്ലേ? പക്ഷേ ഇത് സത്യമാണ്. ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് നോക്കാം. ശരത്കാലത്ത് നമുക്ക് ആ 1 മണിക്കൂർ ഉറക്കം തിരികെ കിട്ടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഹൃദയാഘാതങ്ങളുടെ എണ്ണത്തിൽ 21% കുറവാണ് കാണുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കൂ, വെറും 1 മണിക്കൂർ ഉറക്കത്തിന് നമ്മുടെ ഹൃദയത്തെ എത്രത്തോളം സ്വാധീനിക്കാൻ കഴിയുമെന്ന്. ഇനി നമ്മുടെ പ്രതിരോധ സംവിധാനത്തിന്റെ കാര്യമെടുക്കാം. നമ്മുടെ ശരീരത്തിൽ നാച്ചുറൽ കില്ലർ സെല്ലുകൾ എന്നു പറയുന്ന ഒരു ടീമുണ്ട്. ഇവർ നമ്മുടെ ബോഡിയിലെ സീക്രട്ട് സർവീസ് ഏജന്റുമാരെ പോലെയാണ്. ക്യാൻസർ കോശങ്ങൾ പോലുള്ള അപകടകാരികളെ കണ്ടെത്തി തീർക്കുക എന്നതാണ് ഇവരുടെ പ്രധാന ജോലി. പക്ഷേ ഒരു രാത്രി വെറും 4 മണിക്കൂർ മാത്രം ഉറങ്ങിയാൽ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? ഈ നാച്ചുറൽ കില്ലർ സെല്ലുകളുടെ പ്രവർത്തനത്തിൽ 70% ഇടിവാണുണ്ടാകുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഇത് നമ്മുടെ പ്രതിരോധശേഷിയെ എത്രത്തോളം ദുർബലപ്പെടുത്തുമെന്ന്. ഇതിലും ഭീകരമായൊരു കാര്യമുണ്ട്. ഉറക്കമില്ലായ്മ നമ്മുടെ DNA വരെ മാറ്റിയെഴുതും. വെറും ഒരാഴ്ച ദിവസം 6 മണിക്കൂർ മാത്രം ഉറങ്ങുന്നത് 711 ജീനുകളുടെ പ്രവർത്തനത്തെയാണ് താളം തെറ്റിക്കുന്നത്. ഇതിൽ നമ്മുടെ പ്രതിരോധശേഷിക്ക് വേണ്ട ജീനുകളൊക്കെ ഓഫായി പോകും. പകരം ട്യൂമറുകൾ, ഇൻഫ്ലമേഷൻ, സ്ട്രെസ് എന്നിവയുണ്ടാക്കുന്ന ജീനുകളൊക്കെ ഓണാവുകയും ചെയ്യും. ഇത്രയൊക്കെ അപകടങ്ങളെക്കുറിച്ച് കേട്ടപ്പോൾ പേടി തോന്നുന്നുണ്ടാവല്ലേ? പക്ഷെ ഒരു നല്ല വാർത്തയുണ്ട്. നമ്മുടെ ഉറക്കം തിരികെ പിടിക്കാൻ കുറച്ച് സിമ്പിളായ വഴികളുണ്ട്. നമുക്ക് അതിലേക്ക് കടക്കാം. ഇതാ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട 2 പ്രധാന ടിപ്സ്. ഒന്നാമത്തത്
റെഗുലാരിറ്റി, അതായത് എല്ലാ ദിവസവും ഒരേ സമയം ഉറങ്ങാൻ പോവുക, ഒരേ സമയം എഴുന്നേൽക്കുക. അത് വീക്കെൻഡ് ആയാലും ശരി, വർക്കിംഗ് ഡേ ആയാലും ശരി. രണ്ടാമത്തത്, മുറി തണുപ്പിക്കുക. നമ്മുടെ ബെഡ്റൂമിലെ താപനില ഒരു 18 ഡിഗ്രി സെൽഷ്യസിൽ നിർത്താൻ ശ്രമിക്കുക. ഇത് നല്ല ഗാഢനിദ്ര കിട്ടാൻ ഒരുപാട് സഹായിക്കും. നമുക്കെല്ലാവർക്കും എപ്പോഴെങ്കിലും അനുഭവമുണ്ടാകും അല്ലേ? കിടക്കയിൽ കിടന്നിട്ട് ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുക. അത് വല്ലാത്തൊരു ടെൻഷനാണ്. അപ്പോൾ എന്തു ചെയ്യും? വളരെ നേരം കിടന്നിട്ടും ഉറക്കം വരുന്നില്ലെങ്കിൽ ഉടനെ എഴുന്നേറ്റ് വേറൊരു റൂമിലേക്ക് പോവുക. എപ്പോഴാണോ ഉറക്കം വരുന്നത് അപ്പോൾ മാത്രം തിരിച്ച് ബെഡിലേക്ക് വരിക. ഇതിന്റെ കാരണം എന്താണെന്ന് വച്ചാൽ നമ്മുടെ തലച്ചോറ് കിടക്കയെ ഉണർന്നിരിക്കാനുള്ളൊരു സ്ഥലമായിട്ട് തെറ്റിദ്ധരിക്കാൻ പാടില്ല. ആ ഒരു അസോസിയേഷൻ നമ്മൾ ബ്രേക്ക് ചെയ്യണം. ഈ ആശയം ഓർത്തുവെക്കാൻ നല്ല ഒരു ഉദാഹരണമുണ്ട്. നമ്മളാരും വിശപ്പ് വരാനായിട്ട് ഡൈനിങ് ടേബിളിൽ പോയി കാത്തിരിക്കാറില്ലല്ലോ, അല്ലേ? അതുപോലെ ഉറക്കം വരാനായിട്ട് എന്തിനാണ് ബെഡിൽ പോയി കാത്തുകിടക്കുന്നത്? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും നിർണായകമായ കാര്യം എന്താണ്? ഇതാണ് ഇതിന്റെ എല്ലാം ഒരു രത്നച്ചുരുക്കം. കേട്ടോളൂ, ഉറക്കമെന്നത് നമുക്ക് വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ ഒഴിവാക്കാം എന്ന മട്ടിലുള്ളൊരു ലക്ഷൂറിയല്ല. അതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവാത്ത നമ്മുടെ ജൈവപരമായ ഒരാവശ്യമാണ്. ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ ലൈഫ് സപ്പോർട്ട് സിസ്റ്റം തന്നെയാണ്. അതുകൊണ്ട് ഒരു മുഴുവൻ രാത്രിയുടെ ഉറക്കത്തിനുള്ള നമ്മുടെ എല്ലാം അവകാശം തിരിച്ചുപിടിക്കാൻ സമയമായിരിക്കുന്നു. നിങ്ങളുടെ ആ അവകാശം നിങ്ങൾ തിരിച്ചുപിടിക്കാൻ തയ്യാറാണോ?